നമസ്കാരം. ഡിസംബർ 7, 2024 ചൊവ്വ വക്രഗതിയിൽ സഞ്ചരിക്കാൻ പോവുകയാണ്. വൃശ്ചികം രാശി, വൃശ്ചികം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ ലഗ്നാധിപൻ, അതായത് രാശ്യാധിപൻ കൂടിയാണ്. ഫെബ്രുവരി 24, 2025 വരെ ചൊവ്വ വക്രഗതിയിലായിരിക്കും. അപ്പോൾ രാശ്യാധിപനായിട്ട് അല്ലെങ്കിൽ ലഗ്നാധിപനായിട്ട് കൂടാതെ 6ാം ഭാവാധിപനായിട്ട് ചൊവ്വ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് 9ാം ഭാവത്തിൽ നീചസ്ഥനായിട്ട് വക്രഗതിയിൽ സഞ്ചരിച്ചിട്ട് പിന്നീട് അത് അഷ്ടമത്തിലേക്ക് പോകും. അവിടെ നിന്നും വക്രഗതിയുണ്ട്, പിന്നീട് തിരിച്ച് കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വർഷം ഈ ചൊവ്വയുടെ ഒരു വരവ് കുറച്ച് ഏകദേശം വർഷത്തിൻ്റെ പകുതി വരെ ചൊവ്വ കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളാണ് കൂടുതലും കാണിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ്, ലഗ്നാധിപൻ രാശ്യാധിപനാവുമ്പോൾ അത് ഡിസിഷൻ മേക്കിങ്ങിനെ കൂടി കാണിക്കുന്നു. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, അതുപോലെ എന്താ പറയുക, അത് 9ാം ഭാവത്തിലായതുകൊണ്ട് നേരത്തെ തന്നെ വിദേശത്തേക്കൊക്കെ പോകാൻ, അതല്ലെങ്കിൽ ദീർഘദൂര തീർത്ഥയാത്ര അല്ലെങ്കിൽ ദീർഘദൂര യാത്ര ഒക്കെ പോകാനായിട്ടിരുന്നവർക്ക് ആ യാത്രയിലൊരു തടസ്സം വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ വർക്കുകൾ, പ്രത്യേകിച്ച് മിഥുനത്തിലേക്ക് അഷ്ടമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പേപ്പർ വർക്കുകൾ, ഡോക്യുമെൻറ്റേഷൻ, നിങ്ങളുടെ വിസ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നിങ്ങൾ വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ചൊവ്വയുടെ ദൃഷ്ടി തുലാം രാശിയിലേക്ക് വരുന്നത് കൊണ്ട് അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഇതൊക്കെയും നിങ്ങളുടെ ദശാകാലത്തിനനുസരിച്ചിട്ട്, കൂടാതെ നിങ്ങളുടെ ഇപ്പോൾ വൃശ്ചികം ലഗ്നക്കാരനാണെങ്കിൽ നിങ്ങളുടെ ചന്ദ്രൻ എവിടെ ഇരിക്കുന്നു, 9ാം ഭാവത്തിൻ്റെ അധിപൻ, അതുപോലെ ബുധൻ എവിടെ ഇരിക്കുന്നു. മാത്രമല്ല വൃശ്ചികത്തിൽ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളുടെ അധിപൻ എവിടെ ഇരിക്കുന്നു, ജാതകത്തിൽ ചൊവ്വ എവിടെ ഇരിക്കുന്നു, ഏത് ദശ അന്തർദശ കാലമാണ് എന്നതിനനുസരിച്ചിട്ടാണ് പൂർണ്ണമായിട്ടുള്ള ഫലം പറയാൻ കഴിയുക. എന്നിരുന്നാലും ജനറലി ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ദീർഘദൂര യാത്രയെ ചൊല്ലിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചനയാണ് ഇതിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല കരുതലുകൾ വേണം, നല്ല പ്രിപ്പറേഷൻ വേണം. അതായത് പെട്ടെന്ന് എടുപിടിയെന്നുള്ളൊരു യാത്ര അത്ര ഒരു എളുപ്പമായിട്ട് തോന്നുന്നില്ല ഈ ഒരു ഗോചരപ്രകാരം. അതേസമയം ഒന്ന് മനസ്സിലാക്കേണ്ടത് 9ാം ഭാവാധിപൻ ആണ് ചന്ദ്രൻ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതായത് വൃശ്ചികത്തിൽ ചന്ദ്രൻ ഇരിക്കുമ്പോൾ, അതായത് വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക്, അപ്പോൾ അവിടെ രാശ്യാധിപൻ നീചസ്ഥനായിട്ടിരുന്നിട്ട് ഒരു ചൊവ്വയുടെ ദൃഷ്ടി തുലാം രാശിയിലേക്കൊക്കെ വരുമ്പോൾ ശരിക്കും നിങ്ങൾ നേരത്തെ എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ ശ്രമിക്കണം. മാത്രമല്ല തുലാം എന്നത് ദേവിയുടെ ഒരു എന്താ പറയുക സൈനാണ്. ശുക്രൻ എന്ന് പറയുമ്പോൾ ദേവിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 9ാം ഭാവത്തിലിരുന്നിട്ട് നിങ്ങളുടെ ലഗ്നാധിപൻ്റെ ഒരു ദൃഷ്ടി എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ദേവി ആരാധനയ്ക്കുള്ള സമയമാണ്. മാത്രമല്ല 12ാം ഭാവത്തിലേക്കുള്ളതെന്ന് പറയുമ്പോഴും അവിടെയും നിങ്ങൾക്ക് ദീർഘദൂരം ഉള്ള ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ, വളരെ പവർഫുള്ളായിട്ടുള്ള ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള സമയങ്ങൾ കൂടി വന്നു ചേരുന്നുണ്ട്. ഇതൊക്കെയും ദശാകാലങ്ങൾക്കനുസരിച്ചിട്ടാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അത് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് 12ാം ഭാവം തുലാമായിട്ട് അവിടേക്ക് ലഗ്നാധിപൻ്റെ അല്ലെങ്കിൽ രാശ്യാധിപൻ്റെ ദൃഷ്ടി വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ദേവീ സാധനകളിൽ, അതുപോലെ ദേവീ ആരാധനയിൽ, ശരിക്കും ഒരു തപസ് പോലെ എന്ന് തന്നെ പറയാം. അതായത് സദാസമയവും ചിന്തയിൽ, പിന്നെ ഗുരുവിൻ്റെ കീഴിലൊക്കെ സാധനകൾ അഭ്യസിക്കുന്നവരാണെങ്കിൽ അങ്ങനെ. അതുപോലെ വളരെയധികം വൃശ്ചികം എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം ഡീപ്പായിട്ടുള്ളൊരു രാശിയാണ്. വളരെയധികം ഹിഡൻ ആണ്, ഒരുപാട് ട്രാൻസ്ഫോർമേറ്റീവാണ്. അതായത് ഈ ജന്മത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകാൻ വന്നവരാണ്. അപ്പോൾ പലതരത്തിലും നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ദേവി ആരാധന, പ്രത്യേകിച്ച് 7ാം ഭാവാധിപൻ കൂടിയാണ് ശുക്രൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ദേവി ആരാധന ചെയ്യേണ്ടുന്നൊരു സമയത്ത് കൂടി കാണിക്കുന്നു. അപ്പോൾ ചില നഷ്ടങ്ങളും തരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇതൊക്കെയും യാത്ര സംബന്ധിച്ചിട്ടുള്ളതും ഡോക്യുമെൻറ്റ്സ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പേപ്പർ വർക്കുകൾ, ഡോക്യുമെൻറ്റ്സ്, എന്താ പറയുക, നിങ്ങളുടെ രേഖകൾ, നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ പ്രൂഫും, അതുപോലെ നിങ്ങളുടെ സാധനങ്ങൾ, ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ട സമയം കൂടിയാണെന്ന് പറയാം. കാരണം അഷ്ടമത്തിലേക്ക് ചൊവ്വ പോകുമ്പോഴും അതും ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ എന്താ പറയുക, വീടിൻ്റെ രേഖകളാണെങ്കിൽ, അതായത് ആധാരം തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ പാസ്പോർട്ട്, വിസ തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്ന് സൂക്ഷിക്കണം. അത് അങ്ങനെ ഒരു
അലസമായി സൂക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്നത് ഈ ഒരു സമയത്ത് കുറേയൊക്കെ വക്രഗതിയിലുള്ള വ്യാഴം നിങ്ങൾക്ക് സന്താനങ്ങളെ സംബന്ധിച്ചിട്ട്, നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും പൂർത്തിയാക്കാനായിട്ട് ഒരു ചാൻസ് കൂടി തരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ സന്താനങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനായിട്ട്, അതായത് അവരുടെ ലെവലിൽ നിന്ന് അവരെ ചിന്തിക്കാനായിട്ട് അതിനൊക്കെ സമയം തരുന്നുണ്ട്. തീർച്ചയായിട്ടും ദശാകാലങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. ഈ ഗ്രഹങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ എവിടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അത് ഫലം തരിക. ഇത് ഗോചരത്തിലെ ഫലമാണ് പറയുന്നത്, പക്ഷെ താരതമ്യം ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വശം എന്നത് നിങ്ങൾക്കൊരു എന്താ പറയുക, പ്രത്യേകിച്ച് ഇത് 42-47 വയസ്സുകൾ കഴിഞ്ഞവർക്കാണ് കൂടുതലായിട്ടും. 47-48 വയസ്സ് കഴിഞ്ഞവർക്കാണ് കൂടുതലായിട്ടും ഞാൻ ഈ അടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാവുക. അതായത് മുതിർന്ന മക്കളുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക, ബന്ധങ്ങളിൽ നിന്ന് എത്രമാത്രം നമുക്ക് പ്രതീക്ഷിക്കാം, എത്രമാത്രം നമ്മുടെ കൈപ്പിടിയിലുണ്ട് നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ അവരുടെ മാതാപിതാക്കളാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇതുവരെയും. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢമായ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി എൻ്റെ സന്താനമായിട്ട് പിറക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വ്യക്തി എൻ്റെ വയറ്റിലൂടെ ജനിച്ചിട്ട്, അതായത് എന്നിൽ നിന്ന് ഒരു പിതാവാണെങ്കിൽ എന്നിൽ നിന്ന് ഈ ഒരു സന്താനം വന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്നത്? അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ ചൊവ്വയുടെ ലഗ്നാധിപൻ്റെ 6ാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ്. വൃശ്ചികം രാശിയായാലും വൃശ്ചികം ലഗ്നമായാലും 6ാം ഭാവത്തിൻ്റെ എന്ന് പറയുമ്പോൾ പ്രാരാബ്ധമാണ്, അതായത് പെൻഡിങ് ആയിട്ടുള്ള കർമ്മമാണ്. അപ്പോൾ ചൊവ്വ നിങ്ങളുടെ കഴിഞ്ഞുപോയ ജന്മങ്ങളിലെ ആ ഒരു എന്താ പറയുക, ഭാണ്ഡക്കെട്ട്, പ്രാരാബ്ധത്തിൻ്റെ ഒരു കെട്ട് അതിനെ കൂടി കാണിക്കുന്നുണ്ട്. അത് എങ്ങനെയുള്ള ഗ്രഹമാണ്? വളരെയധികം അഗ്രസീവാണ്, ദേഷ്യം, എടുത്തുചാട്ടമൊക്കെ ഉള്ള ആളാണ്. അതേസമയം വളരെയധികം ലീഡർഷിപ്പുള്ള ആളാണ്. മറ്റൊന്നും ചിന്തിക്കാതെ എല്ലാവരെയും സഹായിക്കാൻ പുറപ്പെടുന്ന ആളാണ്. അതേസമയം ലഗ്നാധിപൻ വൃശ്ചികത്തിൻ്റെ ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ടീവാണ്, ഹിഡൻ ആണ്, മിസ്റ്റീരിയസ് ആണ്, ഡെപ്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒക്കൾട്ടാണ്, അതായത് മന്ത്രങ്ങളാണ്, അതായത് രഹസ്യങ്ങളുമുണ്ട്. സോ അങ്ങനെയുള്ള ക്വാളിറ്റീസുള്ള ഒരാളാണ് ചൊവ്വ. അപ്പോൾ ആ ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാരാബ്ധങ്ങൾ എന്ന് പറയുമ്പോൾ അതത്ര സോഫ്റ്റായിട്ടുള്ള പ്രാരാബ്ധമല്ല നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെയാണ് വൃശ്ചികം രാശിയിലും വൃശ്ചികം ലഗ്നത്തിലൊക്കെ ജനിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാറുണ്ട്. അത് പുറമേ നിന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ എത്ര വലിയ പൊസിഷനിലിരിക്കുന്ന ആളാണെങ്കിലും എത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിലും അവരുടെ ജീവിതത്തിലെ ആ ഒരു റോളർ കോസ്റ്റർ പോലെയുള്ള കാര്യം, അങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ നോക്കി വളർത്തിയ, അല്ലെങ്കിൽ നമ്മളൊരുപാട് സഹായിച്ച ആ വ്യക്തികളിൽ നിന്ന് പലപ്പോഴും നല്ല പെരുമാറ്റം വരെ നമുക്ക് തിരിച്ചു കിട്ടിയില്ല എന്ന് വരാം. അതായത് പ്രതീക്ഷിച്ച് ആ കാര്യങ്ങൾക്ക് അപ്പുറത്താണ്. ഇത് സന്താനങ്ങളിൽ നിന്നായാലും, കാരണം വ്യാഴമാണ് 5ാം ഭാവത്തിൻ്റെ അധിപൻ, 2ാം ഭാവത്തിൻ്റെ അധിപൻ. അപ്പോൾ ഈ വ്യാഴം വക്രഗതിയിൽ 7ാം ഭാവത്തിലിരിക്കുമ്പോഴും ഇവിടെ നിങ്ങൾക്ക് ഒരു സ്വയം വിശകലനം ചെയ്യാനുള്ളൊരു സമയമാണ് വ്യാഴം അനുവദിച്ചു തരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ 9ാം ഭാവാധിപൻ ആയിട്ടുള്ള ചന്ദ്രൻ വെൽ പ്ലേസ്ഡ് ആണെങ്കിൽ, പാപഗ്രഹങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് രാഹുവിൻ്റെയും ചൊവ്വയുടെയൊക്കെ കൂടിയിരിക്കുമ്പോൾ അതിനൊരു ആക്സെപ്റ്റൻസ് കുറയും കാര്യങ്ങളെ. അതായത് ആ ഒരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് മാത്രമേ ആലോചിക്കുകയുള്ളൂ, മറ്റുള്ളവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ പാസ്റ്റ് ലൈഫ് കർമ്മങ്ങൾ എന്തൊക്കെ ആയിരിക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ആ ഒരു ഇൻട്രോസ്പെക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് ഉണ്ടെങ്കിൽ. പക്ഷേ തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഇത് 42, 47, 48 വയസ്സുകൾ കഴിഞ്ഞാൽ, അതായത് ആ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഒരു അവരുടെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫലം തരുന്ന ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റൻസ് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ശരിക്കും ഇതൊരു സുവർണാവസരമാണ് വ്യാഴം കൊണ്ടുതരുന്നത്. വ്യാഴം 7ാം ഭാവത്തിലിരുന്നിട്ട് രോഹിണിയിലൂടെ, കാരണം 9ാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിലൂടെ വ്യാഴം ഗോചരം ചെയ്യുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ലഗ്നത്തിലേക്ക്, രാശിയിലേക്കുണ്ട്. ഇതൊരു ഗോൾഡൻ ചാൻസാണ്, നിങ്ങൾക്ക് സുവർണാവസരമാണ് നിങ്ങളെ വിശകലനം ചെയ്യാനായിട്ട്, ആക്സെപ്റ്റൻസ് മോഡിലേക്ക് വരാനായിട്ട്. അതായത് എൻ്റെ സന്താനമായിട്ട് വന്നിരിക്കുന്നത് എന്തൊക്കെയോ എന്നെ പഠിപ്പിക്കാനാണ്, അതായത് എന്നിൽ മാറ്റം വരുത്താനാണ്,
അല്ലാതെ ഞാൻ വളർത്തി വലുതാക്കി, ഞാൻ പഠിപ്പിച്ച് വലുതാക്കി എന്ന ആ ഭൗതികമായിട്ടുള്ള ഒരു ചിന്ത ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ പിന്നിലുള്ള നിഗൂഢത എന്താണ് എന്നത് മനസ്സിലാക്കേണ്ടുന്ന ഒരു സമയമാണ്. അത് മനസ്സിലാക്കാനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വൃശ്ചികം രാശി, വൃശ്ചികം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിൽ 7ാം ഭാവത്തിൽ, അതായത് ശുക്രൻ്റെ രാശിയിൽ തീർച്ചയായിട്ടും വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്, 5ാം ഭാവാധിപൻ നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യത്തിൻ്റെ ഭാവത്തിൻ്റെ, ആ പുണ്യം എന്ന ഭാവത്തിൻ്റെ എന്താ പറയുക ഗ്രഹമാണ്, അതിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ്, ആ ഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ അത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, മറ്റുള്ളവരുടെ പെരുമാറ്റം, അവരെ ബേസ് ചെയ്തിട്ട്, അവരെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മളെ വിശകലനം ചെയ്യേണ്ട. നമ്മുടെ പൂർവ്വജന്മങ്ങളുടെ കർമ്മങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് വിശകലനം ചെയ്യൂ. അതെങ്ങനെ ഒറ്റയ്ക്ക് പറ്റുമോ? ഒരിക്കലുമില്ല. അത് നമുക്ക് കഴിയണമെങ്കിൽ ഒരു ഇഷ്ടദൈവം, ഗുരുവിൻ്റെ കൃപ വേണം. അപ്പോൾ ഗുരു തന്നെയാണ് 9ാം ഭാവം, ചന്ദ്രൻ. അപ്പോൾ എങ്ങനെയാണ് ചന്ദ്രൻ ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളൊരു ഗ്രഹമാണ്. ഓരോ 2.25 ദിവസവും ഇങ്ങനെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് കുറച്ച് ഉറപ്പ് വേണം ഈ ഗുരു പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഈ ഒരു സമയത്ത് ദേവിയെ ശരണം പ്രാപിക്കുക എന്നതാണ്. മറ്റൊരു കാര്യം എന്നത് ഭഗവത്ഗീതയാണ്. ഈ ഒരു സമയത്ത് അധ്യയനം ചെയ്യുക. ഇവിടെ സ്വാധ്യായമാണ് ഒന്നുകൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിവില്ലാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും പ്രവചനങ്ങൾ കേൾക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആചാര്യൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കൂ. അത് എപ്പോഴും അതിൻ്റെ അടിസ്ഥാനം എന്നത് എൻ്റെ മുൻജന്മങ്ങളായിരിക്കണം. എൻ്റെ മുൻജന്മങ്ങളിലെ കർമ്മം എന്താണ്? അപ്പോൾ ആ ഒരു ആക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളോട് ആൾക്കാർ എങ്ങനെ പെരുമാറുന്നു, നമ്മളെ കളിയാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഈഗോ ഹേർട്ട് ആവുന്നത് എന്തുകൊണ്ട് എനിക്ക് വേദനിക്കുന്നു, എന്നോടിങ്ങനെ പെരുമാറുമ്പോൾ, എന്നോടിങ്ങനെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നെ അവഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയതൊന്നും ഞാൻ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു തരാതിരിക്കുമ്പോൾ, അതൊരു പണം കടം വാങ്ങിയ ഒരു വ്യക്തിയായിരിക്കാം, ആവശ്യമില്ലാതെ ശത്രുത കാണിക്കുന്ന ഒരാളായിരിക്കാം. കാരണം 6ാം ഭാവത്തിൻ്റെ അധിപനാണ് ചൊവ്വ. അല്ലെങ്കിൽ നമുക്ക് വരുന്ന അസുഖങ്ങളായിരിക്കാം, ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഇത് എന്തുകൊണ്ട് വരുന്നു എന്നത് അതിനെപ്പറ്റി ഒന്ന് ചിന്തിപ്പിക്കും ഈ സമയത്ത്. അത് മനസ്സിലാകണമെങ്കിൽ നല്ല ഒരു ആധ്യാത്മിക ചിന്ത തന്നെ വേണം. വൃശ്ചികത്തിൽ ജനിക്കുന്നത് ആ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകാനാണ്. അതായത് വൃശ്ചികത്തിലെ ജനനം എന്ന് പറയുമ്പോൾ ഒരു വലിയ അഗാധതയുള്ള ഒരു കിണറ്റിലകപ്പെട്ടതുപോലെ ഉള്ള ഒരവസ്ഥയാണ്. അവിടെ നിന്ന് നമ്മളെ കരകയറ്റാൻ ഗുരു തന്നെ വേണം. അപ്പോഴാണ് നമ്മൾ ധനുവിലെത്തുന്നത്. പിന്നെ അവിടെ നിന്ന് ധാർമ്മികതയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് പ്രാക്ടിക്കലായിട്ടുള്ള രാശിയിലുള്ള മകരത്തിലെത്തുന്നത്. കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടാണ് പിന്നെ അതിൻ്റെ ലാഭമെടുക്കാനായിട്ട്, കൂടാതെ ആഗ്രഹങ്ങൾ പൂർത്തിയാകാനായിട്ട് കുംഭത്തിലെത്തുന്നത്. പിന്നീട് മോക്ഷത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അങ്ങനെ ഒരു യാത്രയാണ്, ആത്മാവിൻ്റെ യാത്രയാണ്. പക്ഷെ നമ്മുടെ പല ഗ്രഹങ്ങളും പല രാശികളിലാണ് ഇരിക്കുന്നത്, എല്ലാം ഒരു സ്ഥലത്തല്ല. അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ, വൃശ്ചികം ലഗ്നത്തിൽ ജനിച്ചവരെല്ലാം അഗാധതയിൽപ്പെട്ടിരിക്കുന്നു എന്നൊരർത്ഥമില്ല. പക്ഷേ അതിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ആര് തരും എന്നത് നിങ്ങളുടെ ജാതകമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പൂർവ്വജന്മ പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഭാവമായിട്ടുള്ള 5ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴം വക്രഗതിയിൽ, അതായത് തിരിഞ്ഞ് നിങ്ങളോട് ചിന്തിക്കാൻ പറയുകയാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ചെന്ന് വിശകലനം ചെയ്യൂ എന്ന് പറയുകയാണ്. അപ്പോൾ അതിനുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ചൊവ്വ ശരിക്കും നിജസ്ഥനാകുമ്പോൾ, വക്രഗതിയിലാകുമ്പോൾ വളരെയധികം ഫ്രസ്ട്രേഷൻ തരും. അതിൻ്റെ ക്രോധം, അത് തരാൻ പോകുന്ന ക്രോധത്തിന് ലിമിറ്റില്ല. അതിൻ്റെ ഒരു, നിങ്ങൾക്ക് വൃശ്ചികം ലഗ്നക്കാരാണെങ്കിൽ പാപഗ്രഹങ്ങളുടെ ദശയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, അതുപോലെ എന്താ പറയുക, ശരിക്കും ചന്ദ്രൻ വളരെയധികം അഫ്ലിക്റ്റഡ് ആണെങ്കിൽ, അതായത് ചന്ദ്രൻ പാപഗ്രഹങ്ങളുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ, അതുപോലെ ചൊവ്വയുടെ കൂടെയും മറ്റു പാപഗ്രഹങ്ങൾ ജാതകത്തിൽ എവിടെ ഇരുന്നാലും ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ശരിക്കും ഇപ്പോഴേ നിങ്ങൾക്ക് ആ ഫ്രസ്ട്രേഷൻ കാണാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് അമാവാസ്യ അടുക്കുമ്പോൾ, പൂർണിമ അടുക്കുമ്പോൾ, ഇങ്ങനെയുള്ള സമയങ്ങൾ, അതായത് ചന്ദ്രൻ്റെ ഗോചരത്തിനനുസരിച്ചിട്ട് നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന ദിവസങ്ങളിൽ എനിക്ക് കുറച്ച് കൂടുതൽ ദേഷ്യമാണ്, അമാവാസ്യ അടുക്കുമ്പോൾ അല്ലെങ്കിൽ പൂർണിമ അടുക്കുമ്പോൾ എനിക്ക് ഫ്ലക്ച്വേഷൻ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈമാണ്. പക്ഷേ വ്യാഴം ഇവിടെ നിങ്ങൾക്ക് ഒരു അവസരം കൂടി തരുന്നുണ്ട്. അത് ഏത് പ്രായക്കാരാണെങ്കിലും ഒരു ഗുരുവിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ
ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതാണ്. ശരിക്കും ആധ്യാത്മിക ചിന്തകൾക്കും ആധ്യാത്മിക യാത്രകൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ മാത്രമേ നമുക്ക് എന്താ പറയുക ട്രാൻസ്ഫർമേഷൻ തരാൻ പറ്റുകയുള്ളൂ. ഈ ആത്മാവിൻ്റെ പുരോഗതിയെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് മനസ്സിലാക്കേണ്ടുന്ന സമയം കൂടിയാണ്. കുറേയൊക്കെ ശരിക്കും ഇവിടെ മറ്റ് ആൾക്കാരെക്കാളും, അതായത് മറ്റ് രാശികളിലുള്ളവരെക്കാളും വ്യാഴം നിങ്ങൾക്ക് അവസരം തരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള അവസരം വ്യാഴം ഇവിടെ കൊണ്ടു തരുന്നുണ്ട്. മാത്രമല്ല 9ാം ഭാവത്തിൽ ലഗ്നാധിപൻ വക്രഗതിയിൽ നീചസ്ഥനാണെങ്കിൽ പോലും വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മുടങ്ങിപ്പോയിട്ടുള്ള പ്ലാനുകളൊക്കെ ഒന്ന് പുനഃപരിശോധിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ, അതുപോലെ ബിസിനസ്സിൽ പുരോഗതി നേടാൻ, പുതിയ പാർട്ട്ണർഷിപ്പിലേക്ക് കടക്കാൻ, എന്തായാലും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഒറ്റയ്ക്ക് ചെയ്യാം എന്ന് കരുതേണ്ടുന്ന ഒരു സമയം ആയിട്ട് ഇതിനെ ഗോചരത്തിൽ കാണാൻ കഴിയുന്നില്ല. കാരണം ശനിയുടെ അവസ്ഥ അതാണ്. ശനി കുംഭത്തിലിരിക്കുമ്പോൾ അടുത്ത മാർച്ച് വരെ അത് മറ്റുള്ളവരുടെ കൂടിയിട്ട്, മാത്രമല്ല അടുത്ത മെയ്യിൽ രാഹു വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും. അതായത് ഒരു കൊലാബറേഷൻ പോലെ ആൾക്കാരുടെ കൂടെ ചേർന്നിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ 4ാം ഭാവം കൂടിയായതിനാൽ നിങ്ങൾക്ക് അത് കുടുംബത്തിൻ്റെ സപ്പോർട്ടായിരിക്കാം, ബന്ധുജനങ്ങളുടെ സപ്പോർട്ടായിരിക്കാം. ശനിയുടെ രാശി ആയതുകൊണ്ടും രാഹു അവിടെ വരുന്നതുകൊണ്ടൊക്കെ അടുത്ത വർഷം നിങ്ങൾക്ക് അടുത്ത 1.5 വർഷം 2025 മെയ് തൊട്ടുള്ള 1.5 വർഷത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പബ്ലിക്കിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ചൊവ്വയുടെ ആ ക്വാളിറ്റി നിങ്ങൾ ഉപയോഗിക്കണം. ആ ലീഡർഷിപ്പും ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും എന്തും ചെയ്യാനായിട്ടുള്ള ആ ഒരു എന്താ പറയുക ധൈര്യവും ഉശിരും, അതൊക്കെ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റികൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിലും, അതായത് മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് മെറ്റീരിയലിസ്റ്റിക് ഗ്രോത്ത് ഇവിടെ ചൊവ്വയ്ക്കും വ്യാഴത്തിനും തരാൻ കഴിയും. തീർച്ചയായിട്ടും അവിടെ ചില നഷ്ടങ്ങൾ എന്നത് ഈ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളും, അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചൊവ്വ ആയതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ചില നഷ്ടങ്ങൾ, കലഹങ്ങളായാലും മേലധികാരിയോട്, പിതാവിനോട്, അതുപോലെ ചന്ദ്രൻ്റെ രാശി ആയതുകൊണ്ട് മാതൃജനങ്ങളോടും അങ്ങനെയുള്ള ചെറിയ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ക്രോധമാണ് ഇവിടെ ഒരു വില്ലനായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ക്രോധത്തെ നിയന്ത്രിക്കണം എന്നൊരു സജഷനുണ്ട്. അതൊരു ഇഷ്ടദൈവം ഉണ്ടായാൽ മതി. നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുന്നേ, പെട്ടെന്ന് എന്തെങ്കിലും ഉത്തരം പറയുന്നതിന് മുന്നേ, ഇതാരോടായാലും 1 മിനിറ്റ് ഒന്നൊരു ദീർഘശ്വാസം എടുത്തിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവത് തത്വത്തോട്, നിങ്ങളുടെ ഇഷ്ടദൈവം ഭഗവതിയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്നുണ്ടാകും ആ ഭഗവതി. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം ഭഗവാൻ ശ്രീകൃഷ്ണനാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഹൃദയത്തിലുണ്ടാകും. അപ്പോൾ ഒന്ന് ചോദിക്കേ വേണ്ടൂ, ഞാൻ ഈ അഭിപ്രായം പറഞ്ഞോട്ടെ. ആ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു എന്താ പറയുക ഉത്തരം എന്നത്, നാം തന്നെ നമ്മളോട് പറയുന്ന ഉത്തരം എന്നത് ശരിക്കും ഭഗവാൻ തരുന്ന ഉത്തരമാണ്, നമ്മുടെ ഇഷ്ടദൈവം തരുന്ന ഉത്തരമാണ്. അപ്പോൾ കുറച്ച് സംയമനത്തോടു കൂടി നമുക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ട എന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കും. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ആധ്യാത്മികമായിട്ട് ഉള്ള ഒരു ജീവിതം നയിക്കുന്നവർക്കാണ് കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ കഴിയുക. എന്നാലും 1-2 തവണ കേട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടോ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വരുന്ന സമയങ്ങൾ എന്നത് ടഫ് തന്നെയാണ്. അത് നമ്മുടെ ജാതകപ്രകാരം, സപ്പോസ് നമ്മുടെ ജാതകം നല്ലതാണ് അല്ലെങ്കിൽ ദശാകാലം നല്ലതാണ്, എന്തൊക്കെ വന്നാലും ലോക രാജ്യങ്ങളിൽ, അതായത് നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ എൻവയോൺമെൻറ്റിൽ അത്ര നല്ല സമയങ്ങളല്ല വരാൻ പോകുന്നത്. അതായത് ഈ സമയത്ത് നമ്മളെല്ലാവരും ധർമ്മത്തിനെ രക്ഷിക്കാനായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മൾ പറയാറില്ലേ, ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്ന് പറയാറില്ലേ. ആരാണോ ധർമ്മത്തെ രക്ഷിക്കുന്നത് അവരെ ധർമ്മം രക്ഷിക്കും, ഭഗവാൻ രക്ഷിക്കും. അപ്പോൾ അതിനായിട്ട് ഈ ഒരു സമയത്ത് ചൊവ്വയുടെ എനർജി അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ ധർമ്മത്തെ രക്ഷിക്കാമെന്നത്. അപ്പോൾ നമ്മൾ തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ, എടുത്തു ചാടി തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആർഗ്യുമെൻറ്റ്സിൽ നിന്നാൽ, തീർച്ചയായിട്ടും 9ാം ഭാവത്തിലെ ചൊവ്വ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞു എന്ന് വരും. അവിടെ രാഹുവിൻ്റെ ഒക്കെ സ്വാധീനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യാഴം പാപഗ്രഹങ്ങളുടെ കൂടെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മറ്റു മതങ്ങളെ വിമർശിച്ചിട്ട് പറയുക, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് വരാം. അപ്പോൾ ഇവിടെ എങ്ങനെ ധർമ്മത്തെ രക്ഷിക്കാം എന്നതിനെപ്പറ്റി ചിന്തിക്കുകയും അത് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം. നമ്മുടെ പരിസ്ഥിതി എന്നത്, നമുക്ക് ചുറ്റുമുള്ള ലോകം എന്നത്, അതിൽ സമാധാനം ഞാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ മാത്രമേ എനിക്കും സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായാൽ
അത് മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ധ്യാനം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രകൃതിയിലും മാറ്റം വരുന്നതാണ്. എല്ലാവരും കൂടി ഒരു കാര്യം തന്നെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭഗവതി ആ പ്രാർത്ഥന കേൾക്കുന്നതും നമ്മുടെ ചുറ്റും സമാധാനം സൃഷ്ടിക്കുന്നതുമാണ്. പ്രകൃതി തന്നെയാണെല്ലാം, ദേവി തന്നെയാണ് പ്രകൃതിയും. അപ്പോൾ ഇതാണ് ചെറിയൊരു അറിയിപ്പ് വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാർക്ക് വരുന്ന സമയങ്ങൾ എന്നത്. ഇത് തീർച്ചയായിട്ടും വ്യാഴത്തെയും ചൊവ്വയുടെയും ഒരു അവസ്ഥ വെച്ചിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം, അതിലെ ഗ്രഹങ്ങൾ എവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ വ്യാഴത്തിൽ നിന്ന് ഗോചരത്തിലെ വ്യാഴം, അതായത് ഇപ്പോൾ ഇടവത്തിലെ വ്യാഴം നിങ്ങളുടെ വ്യാഴത്തിൽ നിന്ന് ഏത് ഭാവത്തിലാണ് ഗോചരം ചെയ്യുന്നത്, നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വയിൽ നിന്ന് കർക്കിടകത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന ചൊവ്വ എവിടെ ഗോചരം ചെയ്യുന്നു, അതായത് ആ ഭാവത്തിൽ നിന്ന് ഏത് ഭാവത്തിലാണ് ഗോചരത്തിലെ ഗ്രഹം എന്നതും, ദശാനാഥനിൽ നിന്ന് എവിടെ ഇവരൊക്കെ ഇരിക്കുന്നു എന്നതും, അങ്ങനെയുള്ള പല കാര്യങ്ങളെയും മനസ്സിലാക്കിയിട്ടാണ് പൂർണ്ണഫലം പറയാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.